ഹായ്, ഇന്നത്തെ റെസിപ്പി നമ്മൾ ബേക്കറികളിൽ എപ്പോഴും കാണുന്ന ഒരു ഐറ്റമാണ് നെയ്വട. ഇത് നമുക്ക് അതേ സോഫ്റ്റിലും ടേസ്റ്റോടും കൂടിയിട്ട് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ബൗളിലേക്ക് ഇപ്പോൾ ഞാൻ 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ 1/4 കപ്പ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. വെള്ളം വേണമെങ്കിൽ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി മാവിനെക്കാട്ടും കുറച്ചും കൂടി ഒന്ന് ലൂസിൽ വേണേ കുഴച്ചെടുക്കാൻ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. അപ്പോഴേക്കും നമുക്കൊരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കട്ടോ. ഈ പാനിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടോ. പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ഒറ്റൊന്നൊരു പരുവൊന്നും ആവേണ്ട. ഇത്രയും മതി, ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് അരമണിക്കൂറായിട്ടുണ്ട്. മാവൊക്കെ നന്നായി ലൂസായി വന്നിട്ടുണ്ട്. ഈ ചെറിയ ചെറിയ ഉരുളകൾ എടുത്തിട്ട് കൈയിൻ്റെ അടിയിലിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കട്ടോ. ഈ ഒരു ഷേപ്പിലാണ് അപ്പോൾ ഞാൻ ഉരുട്ടിയെടുത്തത്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണ നന്നായിട്ട് ചൂടാവാൻ നിൽക്കരുത്. ചൂടായി വരുമ്പോഴേക്ക് എണ്ണ ഇട്ട് കൊടുക്കണേ. നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇത് കറുത്ത് പോകും കേട്ടോ. പിന്നെ 5 മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും 5 മിനിറ്റിന് ശേഷം ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കണേ. അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത്രയും മതിന് കോരി മാറ്റുന്നുണ്ട്. ഇത് ചൂടോട് കൂടെ തന്നെ പിന്നെ ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കാൻ. ഷുഗർ സിറപ്പിന് നേരിയൊരു ചൂടുണ്ടാവണേ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.